അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയം നിറഞ്ഞ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ വലിയ ഒരു നിഅമത്താണ് അവൻ തൃപ്തിപ്പെട്ട അവൻ്റെ ദീന് സ്വീകരിച്ച് ഒരു മുസ്ലിമായിട്ട് ജീവിക്കാൻ സൗഭാഗ്യം ലഭിക്കുക എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് യഥാർത്ഥ ഇസ്ലാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അത് ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഇസ്ലാം ശരിയാണ് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ ശേഷം അതിൻ്റെ പ്രമാണങ്ങളുമായിട്ട് അടുത്തറിഞ്ഞ് വരുന്ന സമയത്ത് ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യം നമ്മുടെ ചുറ്റുഭാഗങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിൻ്റെ പേരിൽ ഉടലെടുത്തിട്ടുള്ള കക്ഷികളാണ്. ഈ കക്ഷികളെയൊക്കെ കാണുമ്പോൾ ഏതാണ് ശരി, ഏതാണ് തെറ്റ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത രൂപത്തിൽ ഒരു ട്രാഫിക്കിൽ കുടുങ്ങിയ അവരുടെ ഗതി മനസ്സിലാക്കാൻ കഴിയാതെ മുമ്പോട്ട് പോകുന്ന ഒരു അവസ്ഥ എങ്ങനെയാണോ അതേപോലത്തെ മാനസികാവസ്ഥയിൽ കഴിയുന്ന ആളുകളെ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇത്തരം ആളുകൾക്ക് കൃത്യമായ ഒരു നേർവഴി കാണിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു ചർച്ചയാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിലൂടെ ഉദ്ദേശിക്കുന്നത്. ഈ പ്രോഗ്രാമിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അനുഗ്രഹം ബഹുമാന്യനായ ഷമീർ മദീനി നമ്മളുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. അദ്ദേഹം ഇൻഷാ അല്ലാഹ് ഈ വിഷയസംബന്ധമായി നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ പ്രമാണബദ്ധമായി നമ്മളുമായിട്ട് പങ്കുവെക്കും. ഇതൊരു ചർച്ചാരൂപത്തിലൂടെ നമുക്ക് പഠിക്കാനും കേൾക്കാനും അതുപോലെ തന്നെ കൂടുതലായിക്കൊണ്ട് തന്നെ ഈ വിഷയങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാനൊക്കെ കഴിയുന്ന ഒരു ഉദ്യമമാകട്ടെ എന്ന് ആമുഖമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ബഹുമാന്യനായ ഷമീർ മദീനിയെ നമുക്ക് ആദ്യം ഒന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻവാല. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ വസിദ്നാ ഇൽമ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, പ്രിയ സുഹൃത്ത് അൻവർ അബൂബക്കർ പറഞ്ഞതുപോലെ ഇസ്ലാമിൻ്റെ ആശയാദർശങ്ങളാണ് ശരിയെന്ന് മനസ്സിലാക്കി കടന്നു വരുന്ന ആളുകൾക്ക് സത്യത്തിലൊരു ട്രാഫിക്കിൽ പെട്ടതുപോലെ 3-4 വഴികൾ അല്ലെങ്കിൽ 5-6 വഴികൾക്ക് നടുവിൽപ്പെട്ട് ഞാൻ എങ്ങോട്ട് പോകണം എന്നറിയാതെ കൺഫ്യൂസ്ഡായി പരിഭ്രമിച്ച് നിൽക്കുന്ന, ആശയക്കുഴപ്പത്തിൽ നിൽക്കുന്ന ഒരാളെ പോലെയാണ്. ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നൊരു സംഗതി, റിസാലത്തുൻ ഇല മുസ്ലിമി യാബാൻ, ജപ്പാൻ മുസ്ലിങ്ങൾക്കുള്ള ഒരു മെസ്സേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകമുണ്ട്. അതായത് ഇസ്ലാമിക ദഅവത്തൊക്കെ മനസ്സിലാക്കി അതിൻ്റെ ശരിയും ഖുർആനാണ് സത്യം, ഇസ്ലാമാണ് ശരി എന്ന് മനസ്സിലാക്കി വന്ന ബുദ്ധിജീവികളായ സയൻറ്റിസ്റ്റുകളായ കുറേ നല്ല നല്ല ആളുകൾ അവർ ഇസ്ലാം സ്വീകരിച്ച് കലിമ ചൊല്ലി വന്നപ്പോൾ മദ്ഹബിൻ്റെ ആളുകളും അതേപോലെ മറ്റു പല ആളുകളും ചെന്നിട്ട് നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരണം എന്നിങ്ങനെ പറഞ്ഞ് ആകെ അവരെ വട്ടം തിരിച്ച് അവരിനി ഇസ്ലാമിലേക്ക് തന്നെ ഇല്ല എന്ന് തീരുമാനിച്ചു പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയ ഒരനുഭവമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മഷ്ഹൂർ ഹസൻ സൽമാൻ എന്ന ഒരു പണ്ഡിതൻ ജമാഅത്തുൻ വാഹിദ ലാ ജമാഅത്ത്, മദ്ഹബുൻ വാഹിദ്, അതായത് കുറേ സംഘങ്ങളും ഗ്രൂപ്പുകളും വേണ്ടതില്ല, കുറേ വീക്ഷണധാരകളുള്ള ആശയ രീതികൾ സ്വീകരിക്കേണ്ടതില്ല, ഒന്നാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് സമർത്ഥിക്കുന്ന ഒരു പുസ്തകം ഈ ഒരു പശ്ചാത്തലത്തിലാണ് അദ്ദേഹം എഴുതുന്നത്. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ശരിയാണ് എന്ന് മനസ്സിലാക്കാൻ ഓരോ വിഭാഗത്തെ സംബന്ധിച്ചും അവരുടെ ഓരോ കാര്യങ്ങളും എടുത്ത് പരിശോധിക്കുകയും പഠിക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് ജോലി തിരക്കുകളും അവരുടെ മഈഷത്തുമായി ബന്ധപ്പെട്ട ഒട്ടേറെ മറ്റു കാര്യങ്ങളുടെ ഇടയിൽ മതപഠനം ആഗ്രഹിക്കുന്ന ഒരാൾക്ക് സാധ്യമായിക്കൊള്ളണമെന്നില്ല. പക്ഷെ ശരിയിൽ ഞാൻ എപ്പോഴും ഫോളോ ചെയ്യേണ്ട അടിസ്ഥാനപരമായ കാര്യങ്ങൾ എന്താണ് എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനും അത് വ്യക്തമാക്കി നമുക്ക് തരുന്നുണ്ട്. അതിലെനിക്ക് ഒന്നാമതായി പറയാനുള്ളത്, പ്രമാണം ബോധ്യപ്പെട്ടാൽ അള്ളാഹു പറഞ്ഞതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ വാപ്പ എതിരാണ്, ഉമ്മ എതിരാണ്,
കൊച്ചാപ്പയും മൂത്താപ്പയും ഇതിനോട് സപ്പോർട്ടല്ല, എൻ്റെ സുഹൃത്തുക്കളും നാട്ടുകാരും ഒക്കെ അതിനെതിരാണ് എന്നിങ്ങനെ പറഞ്ഞ് നമുക്ക് ബോധ്യപ്പെട്ട ഒരു യാഥാർത്ഥ്യത്തെ തെളിവുകൾ മാറ്റിവെച്ച് വേറെ ഏതെങ്കിലും താല്പര്യങ്ങൾക്ക് ഒപ്പിച്ചു നിൽക്കാൻ പാടുള്ളതല്ല. കാരണം പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, 24-ാം അധ്യായം സൂറത്തു നൂറിലെ 51-ാമത്തെ വചനം, ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീന ഇദാ ദുഊ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും അൻ യഖൂലു സമിഅനാ വഅതഅന. സത്യവിശ്വാസികളായ ആളുകളുടെ നിലപാടും പ്രഖ്യാപനവും ഇത്രയേ പാടുള്ളൂ. അള്ളാഹുവിലേക്ക് അല്ലെങ്കിൽ അവൻ്റെ റസൂലിലേക്ക് ഒരു വിഷയത്തിൽ തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി അവരെ ക്ഷണിച്ചു കഴിഞ്ഞാൽ അവരുടെ പ്രഖ്യാപനം, അവരുടെ നിലപാട് ഇത്രമാത്രം, അൻ യഖൂലു സമിഅനാ വഅതഅന. അള്ളാഹു പറയുന്നത് എന്താണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്താണെങ്കിലും ഞാനിതാ അത് കേട്ടിരിക്കുന്നു, അനുസരിച്ചിരിക്കുന്നു. ആ ഒരു നിലപാട് നമ്മൾ മാറ്റാത്തിടത്തോളം അള്ളാഹുവിൻ്റെ തൗഫീഖ് നമുക്കുണ്ടാകും. ഇപ്പോൾ ഇതിലെ ഒരു ശരിയായ മാർഗം ഏതാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഒരുപാട് സംഘങ്ങളുണ്ടല്ലോ. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനങ്ങളുണ്ട്, അതുപോലെ ജമാഅത്തെ ഇസ്ലാമിയുണ്ട്, തബ്ലീഗ് ജമാഅത്തുണ്ട്, സമസ്തയുടെ പ്രസ്ഥാനങ്ങളുണ്ട്. ഇതിൽ നിന്നൊക്കെ ഇവരെല്ലാവരെയും പഠിച്ച് അതിൽ നിന്ന് ഏതാണ് ശരി എന്നുള്ളത് മനസ്സിലാക്കുക എന്ന് പറയുന്നത് അതൊരു പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ വ്യതിചലിച്ച കക്ഷികളെ തിരിച്ചറിയാൻ വേണ്ടി ശരിയായ കക്ഷി ഏതാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗം എന്താണ്? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒന്ന്, നമ്മൾ തെളിവുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, അള്ളാഹ് പറഞ്ഞു തന്നത്, അത് നമുക്കാണ് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ നമ്മൾ നിൽക്കണം, വീട്ടുകാരും നാട്ടുകാരും ഒക്കെ എതിരാണെങ്കിലും. രണ്ടാമത്തേത്, ആ തെളിവ് അതിൻ്റെ ഒരു ആക്യുറസി, കൃത്യത നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു രീതിയും ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളിൽ കാണാം, സൂറത്തുൻ നിസായിലെ 115-ാമത്തെ ആയത്ത്, 4-ാം അധ്യായം സൂറത്തുൻ നിസാ അതിലെ 115-ാമത്തെ ആയത്ത്, വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബിഅ ഗൈറ സബീലിൽ മുഅ്മിനീന നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം വസാഅത് മസീറ. ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മാർഗം എന്നതാണ് എന്ന് വ്യക്തമായതിനു ശേഷം അത് വിട്ട് വേറൊരു വഴിയിലൂടെ പോകുന്നുവെങ്കിൽ, അതേപോലെ പ്രവാചകൻ്റെ ശിഷ്യന്മാരായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തർബിയത്തിൽ വളർന്നു വന്ന സച്ചരിതരായ മുൻഗാമികൾ, സ്വഹാബികൾ, സലഫുസ്സാലിഹീങ്ങൾ, അവരുടേതല്ലാത്ത ഒരു വഴി സ്വീകരിക്കുകയും ചെയ്താൽ അവർ പോണ വഴിക്ക് നാം അവരെ തിരിച്ചുവിടും, നരകത്തിൽ അവരെ ചുട്ടുകരിക്കും എന്നാണ് ആ ആയത്തിൻ്റെ ആശയം. ഇതേ കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടി വ്യക്തമാക്കി നമുക്ക് പറഞ്ഞു തന്നത്. ജൂത ക്രിസ്ത്യാനികൾ 71-72 കക്ഷികളായി വേർപിരിഞ്ഞു. വസതഫ്തരിഖു ഉമ്മത്തി അലാ 73 ഫിർഖ. എൻ്റെ ഉമ്മത്തും ഭിന്നിക്കും, അവരെക്കാൾ ഒരുപടി മുന്നിൽ ഭിന്നതയുടെ കാര്യത്തിൽ എൻ്റെ സമുദായം ഉണ്ടാകുമെന്നാണ്. പക്ഷെ എൻ്റെ സമുദായത്തിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾ ഉണ്ടായാൽ മതി എന്നാണോ പറഞ്ഞത്? അല്ല. 73-ൽ 72 വഴികേടിലാണ്, നരകത്തിൻ്റെ റൂട്ടിലൂടെയാണ് അവർ പോകുന്നത്. അപ്പോൾ നമുക്ക് പോകേണ്ട വഴി അതല്ല എന്നർത്ഥം. നേരത്തെ നമ്മൾ പറഞ്ഞില്ല, ട്രാഫിക് ജാമിൽ അതിൻ്റെ ആ സിഗ്നൽ ലൈറ്റുകളുടെ നടുവിൽപ്പെട്ട ഒരു ഡ്രൈവറിൻ്റെ ഒരു അവസ്ഥ, എങ്ങോട്ട് പോകണമെന്നറിയാതെ. അപ്പോൾ ഇത് പോകാൻ പറ്റുന്ന വഴിയല്ല, 72 ബ്ലോക്കഡാണ്, അത് പോകേണ്ട വഴിയല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്നിട്ട് നമുക്ക് ട്രാഫിക് കാണിച്ചു തരുന്നത് പോലെ. ഏതാണ് ശരിയുടെ വഴി? മാ അന അലൈഹി വ അസ്ഹാബി, ഞാനും എൻ്റെ സ്വഹാബത്തും അനുചരന്മാർ ഏതൊരു വിശ്വാസത്തിലും ആദർശത്തിലുമായിരുന്നോ ആ വഴിയാണ് നിങ്ങൾ പിൻപറ്റേണ്ടത്. അതുകൊണ്ട് ആ ഒരു ചിന്തയും ബോധവും നമുക്കുണ്ടെങ്കിൽ തീർച്ചയായും ഇനി 100 അല്ല 1000കണക്കിന് ആശയങ്ങളും പ്രസ്ഥാനങ്ങളും ഗ്രൂപ്പുകളും വന്നാലും ഒരു വിശ്വാസി കൺഫ്യൂഷൻ ആവുകയില്ല. അയാൾക്ക് നേർവഴിയിലൂടെ സഞ്ചരിക്കാനുള്ള തൗഫീക്ക് കിട്ടും. അതാണ് നമ്മൾ ഓരോ നിസ്കാരത്തിൻ്റെ വേളയിലും സൂറത്ത് ഫാത്തിഹയിലൂടെ നമ്മൾ റബ്ബിനോട് ചോദിക്കുന്നത്, ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, അള്ളാഹുവേ നേരായ ചൊവ്വായ പാതയിലൂടെ എന്നെ നീ വഴി നടത്തണേ. ആ ഒരു മനസ്സും പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ പകൽ വെളിച്ചത്തേക്കാൾ വ്യക്തതയോടുകൂടി ഹക്ക് നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഉണർത്തിയതാണ്, ഇസ്ലാമിൻ്റെ ഒരു പ്രത്യേകതയും കൂടിയാണ്. തറക്തുക്കും അല മിസ്ലിൽ ബൈളാ ലൈലുഹ കനഹാരിഹ, രാവ് പോലും പകലിന് സമാനമായ
ആ ഉപമ നിങ്ങൾ ആലോചിച്ച് നോക്കുക. രാത്രി എന്ന് പറഞ്ഞാൽ പകല് പോലെ വ്യക്തമാണ്. അപ്പോൾ അതിൻ്റെ പകൽ എത്ര വ്യക്തമായിരിക്കും? ലാ യസീഗു അൻഹ ഇല്ലാ ഹാലിക്, സ്വയം നശിച്ചവനല്ലാതെ അതിൽ നിന്ന് തെറ്റിപ്പോവുകയില്ല. അപ്പോൾ ഇത്രയും ക്ലിയർ കട്ടായ സംഗതി നമ്മൾ പഠിക്കാനും അന്വേഷിക്കാനും ഒന്ന് മനസ്സ് വെക്കുന്നുണ്ടോ എന്നുള്ളതാണ് അടിസ്ഥാനപരമായ ചോദ്യം. അങ്ങനെയാണെങ്കിൽ ഏത് വിഭാഗങ്ങളെ സംബന്ധിച്ചും ഏത് ആശയങ്ങൾ വരുമ്പോഴും ഇത് ശരി ഇത് തെറ്റിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടി സാധിക്കും ഇൻഷാ അല്ലാഹ്. ഇതിലൊരു വിഷയമുള്ളത്, അപ്പോൾ ഞാനൊക്കെ ഈ ഒരു ആശയത്തെ അല്ലെങ്കിൽ ഇസ്ലാമി ബോധ്യപ്പെട്ടുകൊണ്ട് അത് ശരിയായ മാർഗ്ഗം ഏതാണോ അതിൽ അടിയുറച്ച് നിൽക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് ഇത് പഠിക്കാൻ വേണ്ടി വന്ന സമയത്തൊക്കെ ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട കുറേ പുസ്തകങ്ങൾ വായിച്ച് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ 72 പിഴച്ച കക്ഷികളും ഒരു ശരിയായ കക്ഷിയും ഈ ഹദീസുകളൊക്കെ ഉണ്ടല്ലോ, ഇത്തരം ഹദീസുകളൊക്കെ അതിനെ സിഹത്ത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് വിമർശിക്കുന്നുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ ചോദ്യോത്തരങ്ങൾ എന്ന് പറയുന്ന പുസ്തകം, അതിലെ ഒരു ഭാഗം ഞാൻ വായിച്ചു തരാം. ഇവിടെ അബ്ദുറഹ്മാൻ സാഹിബ് ഇസ്ലാമിക പ്രസ്ഥാനം ചോദ്യങ്ങൾക്ക് മറുപടി എന്ന ഗ്രന്ഥത്തിൽ 178, 179 പേജുകളിലായിട്ട് പറയുകയാണ്, ഇങ്ങനെയൊരു ഹദീസ് പാഠഭേദങ്ങളോടെ ചിലപ്പോൾ വൈരുദ്ധ്യങ്ങളോടെയും ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. തദടിസ്ഥാനത്തിൽ കഴിഞ്ഞ കാലങ്ങളിലും ഇക്കാലത്തും പല മുസ്ലിം സംഘടനകളും വിഭാഗങ്ങളും തങ്ങളല്ലാത്തവരെയൊക്കെ നരകാവകാശികളാക്കാൻ കിണഞ്ഞു ശ്രമിച്ചിട്ടുമുണ്ട്. എന്നാൽ ഈ ഹദീസിലെ തന്നെ നിവേദക പരമ്പരയിലെ ദൗർബല്യങ്ങൾ മൂലവും ഉള്ളടക്കം വീക്ഷിച്ചാലും അസ്വീകാര്യമാണെന്ന അഭിപ്രായക്കാരനാണ് ഡോക്ടർ യൂസഫുൽ കർലാവിയെ പോലുള്ള ആധുനിക പണ്ഡിതന്മാർ. ഇതാണ് അബ്ദുറഹ്മാൻ സാഹിബ് ഈ ഹദീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത്. ഇതേപോലെ തന്നെ പ്രബോധനം, പ്രശ്നവും വീക്ഷണവും എന്ന് പറയുന്ന പങ്ക്തിയിൽ ഈ ഹദീസിനെ നിഷേധിച്ചുകൊണ്ട് അവരെഴുതി പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ പ്രാഥമികമായി മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്: ഈ ഹദീസിൽ പറയുന്നത് സുപ്രധാനമായ ഒരു വിഷയമായിരുന്നിട്ടും ബുഖാരിയോ മുസ്ലിമോ ഈ ഹദീസ് തങ്ങളുടെ സമാഹാരങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അവരുടെ നിബന്ധനകൾ പ്രകാരം ഇത് പ്രബലമല്ല എന്ന് അത് സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ ഈ 2 ഉദ്ധരണികളും വെച്ച് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു മുസ്ലിം സമുദായത്തെ കൃത്യമായ ഗതിയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഹദീസുകൾ, ആ ഹദീസുകൾ ശരിയല്ല, അത് സ്വഹീഹല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ വീണ്ടും നേരത്തെ മൗലവി സൂചിപ്പിച്ചതുപോലെ ആ ട്രാഫിക് സിഗ്നലിൽ ജാമിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ പോലെ അവർ നട്ടം തിരിയുന്ന അവസ്ഥയാണ് ഉണ്ടാകുക. ശരിയായ ഒരു മാർഗത്തിലേക്ക് പോകുന്ന ആളുകളിൽ വീണ്ടും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന വിഭാഗങ്ങളുണ്ട്. അപ്പോൾ ഇത് ശരിയാണ് എന്ന് കരുതി നടക്കുന്ന ആളുകളുണ്ട്. ഇവിടെ പറഞ്ഞതുപോലെ ബുഖാരിയിലും മുസ്ലിമിലും ഒന്നും ഈ ആശയങ്ങളിലുള്ള ഹദീസ് വന്നിട്ടില്ലേ? എന്താണ് അതിൻ്റെ വസ്തുത? വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞ ആശയമാണത്. വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമൻ ഫത്തബിഊഹു വലാ തത്തബിഉസ് സുബല ഫതഫറഖ ബികും അൻ സബീലി. ഇതാണ് എൻ്റെ വഴി, അത് നിങ്ങൾ പിൻപറ്റണം, അതല്ലാത്ത മറ്റു വഴികൾ പിൻപറ്റരുത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ വഴികേടിലായി പോകും. അതേപോലെ ഞാൻ നേരത്തെ ഉദ്ധരിച്ച സൂറത്തുൻ നിസായിലെ 115 ആയത്ത് വളരെ വ്യക്തമല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, സ്വഹാബത്ത് സഞ്ചരിച്ചത്, ഇതല്ലാത്ത ഒരു വഴി ആരെങ്കിലും സ്വീകരിച്ചാൽ അവർ പോണ വഴിക്ക് കൊണ്ടുപോകും, അവരെ നരകത്തിൽ പ്രവേശിപ്പിക്കും എന്ന് ഖുർആൻ പറയുമ്പോൾ ഈ ഹദീസിന് അങ്ങനെ വന്നില്ല എന്ന് വിചാരിച്ചു. ഖുർആൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞതല്ല. അപ്പോൾ ബുഖാരി ഉദ്ധരിച്ചില്ല, മുസ്ലിം, ഇതൊക്കെ സത്യം പറഞ്ഞാൽ ദേഹേച്ഛയുടെ ആളുകളുടെ പൊതുവെയുള്ള ഒരു ശൈലിയാണ്. നമ്മൾ ആദ്യം മുതൽ ഇങ്ങനെ ഓരോ വിഭാഗത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ അവർ പോകുന്ന അവരുടെ ചിന്താഗതിയും ആശയവും അംഗീകരിക്കാത്ത അതിന് വിരുദ്ധമായ ആയത്തുകളാണെങ്കിൽ അതിനെ ദുർവ്യാഖ്യാനിച്ചു കൊണ്ടുവരും. ഹദീസുകളാണെങ്കിൽ അത് ദുർബലമെന്ന് പറഞ്ഞ് നിഷേധിക്കാനോ അല്ലെങ്കിൽ കോട്ടിമാട്ടി അവതരിപ്പിക്കാനോ ഒക്കെ ശ്രദ്ധിക്കും. എന്നാൽ സത്യത്തിൽ സ്വഹീഹ് മുസ്ലിമിൽ നമുക്ക് ഇതേ ആശയത്തിലുള്ള ഹദീസുകൾ കാണാൻ കഴിയും. ഇമാം ബുഖാരിയുടെയും ഇമാം മുസ്ലിമിൻ്റെയും ഒക്കെ അടക്കം നിരവധി ഹദീസുകളിൽ ഈ ആശയം നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഖുർആൻ പറഞ്ഞ ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ ആശയം തന്നെ നമുക്കതിൽ കാണാൻ കഴിയും. വഅൻ സൗബാൻ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ് ലാ യദുർറുഹും മൻ ഖദലഹും ഹത്താ യഅതിയ അംറുല്ലാഹ് വഹും കദാലിക്. ഒരു വിഭാഗം സത്യത്തിൽ തന്നെ, എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു വിഭാഗം
സത്യത്തിൽ ആയിക്കൊണ്ടേയിരിക്കും, അവർ നിലയുറപ്പിച്ചുകൊണ്ടേയിരിക്കും. ലാ യദുർറുഹും മൻ ഖദലഹും, അവരെ കൈയൊഴിക്കുന്നവരാരും അവർക്ക് യാതൊരു ദോഷവും വരുത്തുകയില്ല. അള്ളാഹുവിൻ്റെ വിധി, അള്ളാഹുവിൻ്റെ കൽപ്പന വരുന്നതുവരെയും അവർ ആ സത്യത്തിൽ തന്നെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഇതേ ആശയത്തിലുള്ള വേറെയും ഹദീസുകൾ ബുഖാരിയിലും മുസ്ലിമിലും എന്ന് മാത്രമല്ല പരിശുദ്ധ ഖുർആനിൽ തന്നെ ഈ ആശയം നമുക്ക് കാണാൻ കഴിയുന്നതാണ്. പക്ഷേ തങ്ങൾ സ്വീകരിക്കുന്ന ഒരു അവിയൽ സംസ്കാരവും സ്വഭാവവും എല്ലാവരും സ്വീകരിക്കുന്നില്ല. എല്ലാവരിലും നന്മയുണ്ട്, എല്ലാവരുടെയും ആളുകളാണ് നമ്മൾ എന്ന് പറഞ്ഞ് അവരുടേതായ ആശയങ്ങളിലേക്ക് സൗകര്യത്തിന് ഒപ്പിച്ച് കൂടക്കൂടികളായി നടക്കുന്ന ഒരു രീതി, അത് ജമാഅത്തെ ഇസ്ലാമിയുടെ പൊതുവെയുള്ള ഒരു രീതിയാണ്. പ്രമാണങ്ങളോട് ചേർന്ന് നിൽക്കാനുള്ള മനസ്സില്ലാത്ത എല്ലാവരും പറയുന്നൊരു സംഗതിയാണ് ഈ ഹദീസ് ലഈഫാണ്. സത്യത്തിൽ ഈ ഹദീസിനെ പഠനവിധേയമാക്കിയ പണ്ഡിതന്മാരുണ്ട്. ആധുനികനായ ഷെയ്ഖ് മുഹമ്മദ് നാസിറുദ്ദീൻ അൽ അൽബാനി അദ്ദേഹത്തിൻ്റെ സിൽസില സഹീഹയിൽ ആ ഹദീസ് സവിസ്തരം അദ്ദേഹം പ്രതിപാദിക്കുകയും അതിൻ്റെ റിവായത്തുകളൊക്കെ ക്രോഡീകരിക്കുകയും ചെയ്തത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുടെ മുമ്പിൽ ഒന്ന് ഉണർത്താൻ കൂടി ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ശരിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വ്യതിചലിച്ച കക്ഷികളുടെ ആരംഭം, അവരുടെ വ്യതിയാനങ്ങൾ, അത് ഇന്ന് ആ വ്യതിയാനങ്ങളൊക്കെ പറക്കിയെടുത്ത് തങ്ങളുടെ ആശയമായിട്ട് ആദർശമായിട്ട് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരുപാട് കക്ഷികൾ നമ്മുടെ ചുറ്റുഭാഗങ്ങളിലുണ്ട്. അവരെക്കുറിച്ചുള്ള ഒരു പഠനം അല്ലെങ്കിൽ ഒരു ചർച്ച നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റുള്ള ആളുകൾക്ക് ആരാണ് രക്ഷയുടെ കക്ഷികളായിട്ടുള്ളത്, അതുപോലെ തന്നെ ആരാണ് പിഴച്ച മാർഗങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് എന്നത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഇന്ന് നമ്മുടെ ചുറ്റുഭാഗങ്ങളിൽ കാണുന്ന എല്ലാ കക്ഷികളെക്കുറിച്ച് നമ്മൾ പഠിക്കാതെ വ്യതിചലിച്ച കക്ഷികളെക്കുറിച്ച് നമ്മളൊരു പഠനം നടത്തി കഴിഞ്ഞാൽ, ഏതൊക്കെയാണ് വ്യതിയാനങ്ങൾ എന്ന് കൃത്യമായി നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ കഴിയും ആരാണ് സ്വർഗത്തിലേക്ക് ക്ഷണിക്കുന്നത്, ആരാണ് നരകത്തിലേക്ക് ക്ഷണിക്കുന്നത് എന്ന്. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ചർച്ചകളിൽ ഇത്തരം വിഷയങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.